അഞ്ചാം മന്ത്രി ലീഗിന് ഉണ്ടായിരിക്കുന്നു. അതൊരു രീതിയായിട്ട് മാറിയിരിക്കുന്നു. മുൻപ് ഒരു വൺ ടൈം ഓഫർ എന്ന നിലയിലാണ് അഞ്ചാം മന്ത്രി വന്നത്. ഇപ്പോൾ അത് അഞ്ചാം മന്ത്രി എന്നത് ഒരു ധാരണ, ഒരു ലോങ് ടേം അല്ലെങ്കിൽ ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അതൊരു ചേഞ്ച്. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഈ മുൻപ് LDFന്റെ മന്ത്രിസഭാ രൂപീകരണത്തെ വീതം വെപ്പ് എന്ന രൂപത്തിൽ പരിഹാസപൂർവ്വം കണ്ടിരുന്ന UDF ഇപ്പോൾ വീതം വെക്കാൻ നിർബന്ധിതമായിരിക്കുന്നു. ഒരു കോൺഗ്രസ് മന്ത്രി, രണ്ടുപേര് തമ്മിൽ വീതം, IC ബാലകൃഷ്ണനും കെ തുളസിയും തമ്മിലുള്ള വീതം വെയ്പ് നടത്തിയിരിക്കുന്നു. അതുപോലെ ഘടകകക്ഷി മന്ത്രിമാർ, അതായത് കാപ്പന് രണ്ടാം സ്ഥാനമാണ്, AC കാപ്പന് രണ്ടാമത്തെ ഊഴവും ആദ്യം അനൂപ് ജേക്കബിന് ആദ്യ ഊഴവും എന്ന രീതിയിൽ അവിടെയും ഒരു വീതം വെപ്പ് നടത്തിയതുകൊണ്ടാണ് കോൺഗ്രസിന് 12ാമത്തെ മന്ത്രി, മുഖ്യമന്ത്രിക്ക് ഉപരിയായി 11 മന്ത്രിമാരും കൂടി ലഭിച്ചത്. അതുകൊണ്ട് മാത്രമാണ്. അതും നേരത്തെ പറഞ്ഞതിൽ നിന്നും വിഭിന്നമായ കാര്യമാണ്. എന്തിന് മുസ്ലിം ലീഗ് പോലും ഒരു മന്ത്രിസ്ഥാനം 2.5 വർഷം വീതം വിഭജിച്ചു കൊടുക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. മുസ്ലിം ലീഗിന് ഒരുപക്ഷെ ചില ജില്ലകൾ, കോഴിക്കോട് ജില്ല, പാറക്കൽ അബ്ദുള്ള കോഴിക്കോട് ജില്ലയിൽ നിന്നും കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ രണ്ടാം ഊഴത്തിൽ മാത്രമാണ്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നും യഥാർത്ഥത്തിൽ പ്രതിനിധികൾ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല. കാസർഗോഡ് ജില്ലയിൽ നിന്നും പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല. വയനാട് നിന്നുള്ള T സിദ്ദീഖിന് മാത്രമാണ് കോഴിക്കോടിന്റെ കൂടി പ്രാതിനിധ്യം വേണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെ ചില ഇംബാലൻസുകൾ മറ്റെല്ലാ ജില്ലകളും, ഇടുക്കി ജില്ലയ്ക്ക് പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ എല്ലാ ജില്ലകളെയും, ഒരുപക്ഷെ ചെറിയ ജില്ലയാണ് വയനാട്, ചെറിയ ജില്ലയാണ് ഇടുക്കി, ഇതൊക്കെ അംഗീകരിക്കുന്നു. പത്തനംതിട്ട ജില്ലയ്ക്ക് പ്രാതിനിധ്യം ഉണ്ടാവുന്നില്ല. അങ്ങനെ പല രീതിയിലും നോക്കുമ്പോൾ അസന്തുലിതാവസ്ഥ എന്നൊന്നും പറയാനില്ല എങ്കിൽ പോലും ഈ പല ജിക്സോ കംപ്ലീറ്റ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന കോൺഗ്രസിന്റെ UDFന്റെ മുഖ്യമന്ത്രിയെ കാണുന്നു. അത് മാത്രമല്ല, ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന ചില കേന്ദ്രങ്ങളിലെങ്കിലും കോൺഗ്രസിന്റെ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ KC വേണുഗോപാലിന് വളരെ വലിയ അപ്രമാദിത്വം ഉണ്ടായിരിക്കുന്നു. KC പക്ഷം എന്നൊക്കെ മാധ്യമങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഒരു പക്ഷമില്ല എന്നാണ് അതിൻ്റെതായ KC വേണുഗോപാൽ പറയുന്നത്. പക്ഷേ ഒരു പക്ഷമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ്. ഒരു മുഖ്യമന്ത്രിയുടെ പ്രോഗറ്റീവാണ് തന്റെ സഹപ്രവർത്തകരെ തെരഞ്ഞെടുക്കുക എന്നത്. അങ്ങനെയാണല്ലോ ക്യാബിനറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്യാബിനറ്റിൽ മുഖ്യമന്ത്രിയുടെ വാക്ക് അവസാന വാക്കാണ്. ക്യാബിനറ്റിലെ ഓരോ മന്ത്രിയും മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കണം. പക്ഷേ സ്വന്തമായി അഭിപ്രായം പറയണം. ആത്യന്തിക വാക്ക് മുഖ്യമന്ത്രിയുടേതാണ്. അത് ക്യാബിനറ്റ് രൂപീകരിച്ചതിന് ശേഷം. പക്ഷെ ക്യാബിനറ്റ് രൂപീകരിക്കുന്നതിന് മുൻപുള്ള ചർച്ചകളിൽ മുഖ്യമന്ത്രി ആഗ്രഹിച്ച 2-3 പേരുണ്ട്, തന്നെ പിന്തുണച്ച് 2-3 പേരുണ്ട്. നിലവിൽ K മുരളീധരൻ അല്ലാതെ മറ്റാരും തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇദ്ദേഹത്തെ VD സതീശനെ പ്രൊമോട്ട് ചെയ്ത അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തവരിൽ ഇല്ല. VD സതീശൻ ഗ്രൂപ്പ് എന്നൊന്നില്ല. പക്ഷേ K മുരളീധരൻ പോലും പൂർണ്ണ അർത്ഥത്തിൽ VD പക്ഷം എന്ന് പറയാനുമില്ല.